SIR നടപടിക്രമങ്ങൾക്ക് സമയം നീട്ടി നൽകിയത് പര്യാപ്തമല്ല എന്ന അവലോകന യോഗത്തിൽ BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഡിസംബർ അവസാനം വരെയെങ്കിലും സമയം നീട്ടണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിളിച്ചു ചേർത്ത യോഗത്തിൽ LDF, UDF പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. പ്രവാസികളുടെ ആശങ്ക അകറ്റുമെന്നും 5 ലക്ഷത്തിലധികം വോട്ടേഴ്സിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. കേരളത്തിനായി SIR പ്രവർത്തനങ്ങൾ ഒരാഴ്ച കൂടി ദീർഘിപ്പിച്ചെങ്കിലും ഇനിയും കൂടുതൽ സമയം വേണമെന്നാണ് ആവശ്യം. BJP ഒഴികെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഡിസംബർ അവസാനം വരെയെങ്കിലും സമയം നീട്ടി നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കേണ്ടി വരുന്നത് ദൗർഭാഗ്യകരമാണെന്നും ഇടത് പാർട്ടികൾ യോഗത്തിൽ അറിയിച്ചു. സുപ്രീം കോടതിയെ നീതിപീഠത്തെ തന്നെ അതിശയിപ്പിച്ച കാര്യങ്ങൾ അവിടെ ഉണ്ടായി. എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഇത് മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കേണ്ടി വന്നതല്ല, കോടതിയുടെ തന്നെ കോടതി ഇലക്ഷൻ കമ്മീഷനെ പാലിച്ചുകൊണ്ടാണ് ഉത്തരവിറക്കാത്തത്. കോടതിയുടെ ഡയറക്ഷൻ വന്നത് നമ്മൾ കണ്ടതാണ്. CEO സാർ ഇവിടെ പറഞ്ഞ കണക്കും ശരിയല്ല. ഈ കണക്ക് വെച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ബീഹാറിൽ സംഭവിച്ചതുപോലെ കേരളത്തിൽ 34 ലക്ഷത്തോളം വോട്ടർമാർ പുറത്തേക്ക് പോകും. അപ്പോൾ അടിയന്തരമായി BLA BLO മീറ്റിംഗ് ഒന്നുകൂടി വിളിക്കുകയും വിദേശത്ത് ജനിച്ചവർക്ക് പൗരത്വം നേടാനുള്ള ഫോം സംവിധാനം കമ്മീഷൻ വെബ്സൈറ്റിൽ ഇല്ലെന്നും പ്രവാസികൾ ആശങ്കയിലാണെന്നും ലീഗ് പ്രതിനിധി യോഗത്തിൽ പറഞ്ഞു. പ്രവാസികളുടെ ആശങ്ക അകറ്റാൻ യോഗം വിളിക്കാമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ യോഗത്തെ അറിയിച്ചു. എല്ലാവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇത് നമ്മൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. അത് എല്ലാ ബൂത്ത് ലെവൽ ഏജൻസിയുടെ സഹായം നമുക്ക് ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തങ്ങൾക്ക് സർക്കുലേറ്റ് ചെയ്യുന്ന മിനിറ്റ്സ് തന്നെയാണ് നമ്മൾ ഇലക്ഷൻ കമ്മീഷനുക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. 5,66,182 വോട്ടർമാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ഒന്നിൽ കൂടുതൽ തവണ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട 1,12,569 വോട്ടർമാരുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.